നമ്മളെ കിണർ വറ്റി മണലിഞ്ഞ് കാണാം. 14,000 രൂപ കൊടുത്താണ് നമ്മൾ റോഡ് പൈപ്പ് എടുത്തത്. നമുക്ക് കുടിക്കാൻ വെള്ളമില്ല. നടക്കാത്ത കൊച്ചുങ്ങൾ വരെ ഈ പരിസരത്തുണ്ട്. വാർഡ് മെമ്പർ പറഞ്ഞപ്പോൾ ഒരു കുപ്പി വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുതരാനാണ് വാർഡ് മെമ്പർ പറയുന്നത്. ടാങ്കറിൽ ഇന്ന് 2 ആഴ്ചയായി ഒരു ടാങ്കർ വെള്ളം വന്ന് 5 കുടം വെള്ളം തന്നു. ഒരു വീട്ടിൽ കിണറുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 10 കുടിപ്പേര് കുടിക്കുകയാണ്. അവർ 2 കുടം വെള്ളം തരും. അത് വെച്ച് ഞങ്ങൾ എന്തേലും ചെയ്യും. കിഴുവിലം ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. കഴിഞ്ഞ 13 ദിവസമായി ഗ്രാമപഞ്ചായത്തിലെ ശിവകൃഷ്ണപുരം വാർഡിൽ ശുദ്ധജലം എത്തിയിട്ട് ഇവിടെ കിണർ കുഴിച്ചാൽ ഒരു വെള്ളം മാത്രമാണ് ലഭിക്കുന്നതെന്ന കാരണത്താൽ പ്രദേശത്ത് കിണറുകൾ കുറവാണ്. ഭൂരിഭാഗം വീടുകളിലെയും കുടുംബാംഗങ്ങൾ പൈപ്പ് വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. 14,000 രൂപ കൊടുത്താണ് നമ്മൾ റോഡ് പൈപ്പ് എടുത്തത്. നമുക്ക് കുടിക്കാൻ വെള്ളമില്ല, നമുക്ക് കിണറും ഇല്ല. നമ്മൾ എന്തേലും ചെയ്യണം. അവിടെ വാട്ടർ സപ്ലൈയിൽ ഇപ്പോഴും വിളിച്ചിരുന്നു നമ്മൾ. അപ്പോൾ അവർ പറയണ വെള്ളമില്ല. എല്ലാ സ്ഥലത്തും വെള്ളം കൊണ്ട് കൊടുക്കുന്നു. 13 ദിവസമായി ഇവിടെ കുടിവെള്ളം കിട്ടാനില്ല. കിണറില്ല, പൈപ്പ് ലൈനിൽ വെള്ളമില്ല. അതുകൊണ്ട് ഒരു നിവർത്തിയില്ല, വെള്ളത്തിന് ഒരു നിവർത്തിയില്ല. നടക്കാത്ത കൊച്ചുങ്ങൾ വരെ ഈ പരിസരത്തുണ്ട്. അപ്പോൾ അവർക്കും കുടിവെള്ളം ഇല്ലല്ലോ. വെള്ളം കിട്ടിയാലേ നിവർത്തിയുള്ളൂ. ഇവിടുത്തെ താമസക്കാരനായ മോഹനന്റെ കിണർ വറ്റി 30 അടിയോളം താഴ്ചയുള്ള മോഹനന്റെ കിണറ്റിൽ നിന്നാണ് സമീപവാസികൾ വെള്ളമെടുത്തിരുന്നത്. അതും നിലച്ചതോടെ പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലാണ്. നമ്മളെ കിണർ വറ്റി മണലിഞ്ഞ് കാണാം. മൈതാനം ഇവിടെ വേറെ ഒരു ഇതില്ല പോലെ അതിന് നമ്മൾ എടുത്തിട്ടുണ്ട്. പൈപ്പിൽ വെള്ളം കിട്ടാനും നിവർത്തിയില്ല. അപ്പോൾ പഞ്ചായത്തിലൊക്കെ പറഞ്ഞ് വാർഡ് മെമ്പർ പറഞ്ഞപ്പോൾ ഒരു കുപ്പി വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുതരാനാണ് വാർഡ് മെമ്പർ പറയുന്നത്. നമ്മളെന്തെന്ന് പറയട്ടെ, ഇത് ഇങ്ങനെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ചിലർ വലിയ 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 ബക്കറ്റ് എടുത്തുകൊണ്ട് ഒരു 4-5 എണ്ണത്തി ഇറക്കുമ്പോൾ തന്നെ ഏകദേശം ആയി. അപ്പോൾ എല്ലാവർക്കും കുടിയത്തക്ക രീതിയിലുള്ള പാത്രങ്ങളല്ല നിരത്തി വയ്ക്കുന്നത്. ഏറ്റവും വലിയ പാത്രങ്ങൾ 1-2 പേര് പെട്ടെന്ന് കൊണ്ടുവന്നു വയ്ക്കും. അതിൽ നിറയാൻ ഒത്തിരി സമയം എടുക്കും. എന്നാലും നമുക്ക് 2 തുള്ളിയെങ്കിലും ഇത് കിട്ടാതിരിക്കാൻ നിവർത്തിയില്ല. കുടിക്കാൻ വെള്ളം ഒട്ടുമില്ല. ഞാൻ വണ്ടിയിൽ പോയി 5 ലിറ്ററിന്റെ കുപ്പി കൊണ്ടുപോയാണ് ദിവസം കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും കഴിയുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എത്തിക്കുന്ന ടാങ്കറുകളിലെ ശുദ്ധജലം മാത്രമാണ് പ്രദേശത്തുകാർക്ക് അനുഗ്രഹം. എന്നാൽ ഇവയും സമയത്തിന് എത്താറില്ല എന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ടാങ്കറിൽ ഇന്ന് 2 ആഴ്ചയായി ഒരു ടാങ്കർ വെള്ളം വന്ന് 5 കുടം വെള്ളം തന്നു. അത് വെച്ച് ഞങ്ങൾ എന്തേലും കിണറുണ്ടെങ്കിൽ വേണ്ടില്ലായിരുന്നു. കിണറില്ല. ഈ പരിസരത്ത് ഒരു വീട്ടിൽ കിണറുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 10 കുടിപ്പേര് കുടിക്കുകയാണ്. അവർ 2 കുടം വെള്ളം തരും. അത് വെച്ച് ഞങ്ങൾ എന്തേലും ചെയ്യും. 13 ദിവസമായി നമുക്ക് വെള്ളം കിട്ടിയിട്ട്. ഒരു നടക്കാത്ത മുട്ടും കുത്തി എഴയണ ഒരു കൊച്ചുണ്ട്. കിണറില്ല. നമുക്ക് കുടിക്കാൻ കുടിവെള്ളം തന്നാൽ മതി. എങ്ങനെയെങ്കിലും വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നു ഞങ്ങൾ കിടന്ന്. വേനൽ കടുത്തതോടെ വാമനപുരം നദിയിലെ നീരൊഴുക്ക് കുറഞ്ഞതാണ് പ്രദേശത്ത് കടുത്ത ജലക്ഷാമത്തിന് കാരണമായി അധികൃതർ പറയുന്നത്. തലസ്ഥാന വാർത്തകൾ, ചിറയിൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.